കർത്തൃ പകൽക്കാലത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കൂടി വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും കർത്താവിന്റെ വലിയ കൃപയും ദൈവത്തെ പരിപാലിച്ചു സൂക്ഷിക്കുകയും യേശുവിൽ അവൻ നമ്മെ ദൈവമായി നടത്തുകയും ചെയ്തു. ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വളരെ പരിശുദ്ധാത്മാവ് എഴുതിക്കുന്ന ഭാഗം എങ്ങനെയുണ്ട്? അവരെല്ലായ്പ്പോഴും നിന്നെ നടത്തുകയും ദേശത്തും സ്തോത്രം ഒന്നിനും മുട്ടില്ലാതെ നമ്മെ ജയത്തോടെ അവൻ നമ്മെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നമ്മെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്തു. ദിവസങ്ങളിലൊക്കെ ദിവസങ്ങളിൽ അതിനെ കേൾക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ബലപ്പെടുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ ജനം ഒന്നിച്ചായിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ പകൽ നമ്മുടെ നിലവിൽ വൻകാര്യങ്ങൾ ചെയ്യണം. ചില കറ്റയ്ക്കകത്തുനിന്ന് വലിച്ചിട്ട് സമർപ്പിക്കാം ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നത്. കിടന്നത് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തോന്നുന്ന സമയങ്ങൾ നമുക്കായിരിക്കും. 34-ാമത്തെ സങ്കീർത്തനമാണ്. അതേ ദൈവസന്നിധിയിൽ ഇന്ന പള്ളി നമ്മളിവിടെ വായിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ളത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം. അതേ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനം എഴുതിയത് ദാവീദ് തന്നെയാണ്. ഒരു സംശയവും നമുക്കില്ല. പക്ഷേ ഓരോ സങ്കീർത്തനങ്ങളുടെയും പുറകിൽ ദാവീദ് അഭിമുഖീകരിച്ച, ദാവീദ് ഫേസ് ചെയ്ത നിരവധിയായ വെല്ലുവിളികളുണ്ട്. ഒരിക്കലും താൻ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഒരു 3 സ്റ്റാറോ 5 സ്റ്റാറോ ഹോട്ടലിൽ നിന്നല്ല ഒരിക്കലും ദാവീദ് സങ്കീർത്തനം എഴുതിയത്. ദാവീദ് എവിടെ ഇരുന്നായി സങ്കീർത്തനം എഴുതിയത്? ജീവിതത്തിന്റെ പരിശോധനയുടെ താഴ്വരകളിൽ, ജീവിതത്തിന്റെ പരീക്ഷകളുടെ ഘട്ടങ്ങളിൽ, ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ മുമ്പിൽ അവൻ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോൾ അവരെ ദൈവം ബലപ്പെടുത്തി നൽകിയ ആശയങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെയും നിങ്ങളുടെയും കൈകൾ തളരാൻ സാധ്യതകൾ ഉണ്ടായിരുന്ന രംഗങ്ങളിൽ ബലഹീനമായി പോകാൻ സാധ്യതകൾ ഉണ്ടായിരുന്ന വിഷയങ്ങളുടെ നഗരിൽ ദൈവത്തിന്റെ വചനത്തിൽ പ്രവാചകർ ദൂത് പറയുന്നുണ്ട്. ദൈവവാസികൾ ശബ്ദമുയർത്തട്ടെ, ഘോഷിക്കട്ടെ. അങ്ങനെ ശബ്ദമുയർത്തുമ്പോൾ, അങ്ങനെ ഘോഷിക്കുമ്പോൾ അവരെ എന്ത് സംഭവിക്കും? യഹോവ ഒരു വീരനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. ഇന്നും എക്കാലവും സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സഭയോടുള്ള ഒരു കോമൺ എനിമിയുണ്ട്, ഒരു പൊതുവായ ശത്രുവുണ്ട്. ആ ശത്രുവിന്റെ ഏക ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? എങ്ങനെ ഈ നാമത്തെ ഉയർത്തുന്നതിനോടുള്ള ബന്ധത്തിൽ ആ അതരങ്ങളെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ നാമത്തിൽ ഇനിയും മേലിൽ സംസാരിക്കരുത്, ഈ നാമത്തെ ഇനി മേൽ ഉയർത്തരുത്, ഈ നാമത്തെ കുറിച്ച് ഇനിയും പറയരുത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്തു? അവർ പൂർവാധികം ശക്തിയോടുകൂടെ അവരുടെ നാമത്തെ ഉയർത്തുകയാണ്. 34-ാം സങ്കീർത്തനത്തിന്റെയും പുറകിൽ ദാവീദിന് നേരിട്ട് ഒരു തിരിച്ചടിയുടെ വെളിച്ചത്തിലാണ് ദാവീദ് സ്തോത്രഗീതം ആലപിക്കുന്നതായി. ഇന്ന് പകലും ജീവിതത്തിൽ എപ്പോഴും അനുകൂലമായി എല്ലാവരും നിൽക്കണമെന്നില്ല. സാഹചര്യങ്ങളെല്ലാം നമ്മുടെ താളത്തിനകത്ത് നിൽക്കണമെന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. പലപ്പോഴും ഒരു ദ്വീപ് പോലെയാണ് ദൈവമക്കൾ. ഒരു ദ്വീപിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും അതൊരു ആക്രമണത്തിന്റെ മുമ്പിലാണ്. ഒന്നുകിൽ തിരത്തൽ, ഇല്ലെങ്കിൽ വേലി